Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ വിശദീകരിച്ചത്. അതിലെ പ്രവാചകന്റെ ഉപ്പ അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറ, കഅബ്, ലുഗൈ, ഗാലിബ്, ഫിഹർ, മാലിക്, നദർ, കിനാന, ഹുസൈമ, മുദിരിക്ക, ഇല്യാസ്, മുളർ, നിസാർ, മഅദ്, അദ്നാൻ എന്ന് തുടങ്ങുന്ന ആളുകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം സന്തതികളിൽ നിന്ന് ഇസ്മായിൽ നബിനെ തെരഞ്ഞെടുത്തു, ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു, കിനാനയുടെ സന്തതികളിൽ നിന്ന് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല ഫിഹ്റിനെ തെരഞ്ഞെടുത്തു. ഫിഹ്ർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അപരനാമമാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഖുറൈശ് എന്നുള്ളത്. എന്തായാലും പിന്നീട് ഫിഹ്റിന്റെ ശേഷം പിന്നീട് വരുന്നത് ഖുസയ്യാണ് അറബികൾ ഒരുമിച്ച് കൂട്ടുന്നത്. ഖുറൈശികളായ ആളുകളെ, ഛിന്ന ഭിന്നമായി കടന്ന അറബികളെ ഒരുമിച്ച് കൂട്ടുന്നത് ഖുസയ്യായിരുന്നു. ഖുസയ്യ് ഖുസാഅ ഗോത്രത്തിൽ നിന്ന് അധികാരം ഖുറൈശികളുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരൻ ഖുസയ്യായിരുന്നു. അഥവാ
ഖുസാഅ ഗോത്രത്തിന്റെ നേതാവായ ഹുലൈലിന്റെ മകൻ ഹുബയെ ഖുസൈ വിവാഹം കഴിച്ചു. അതുമൂലം പിന്നീട് മക്കയുടെ അധികാരം ഖുറൈശികളുടെ കയ്യിലേക്ക് വരികയാണ്. അതിന് കാരണക്കാരനായത് ഖുസൈ ആയിരുന്നു. അതേപോലെ തന്നെ ഖുസൈന്റെ മകൻ അബ്ദുമനാഫിന്റെ മകൻ ഹാഷിം ആയിരുന്നു. പിന്നെ അറബികൾക്ക് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കൊടുത്തത് ഹാഷിമാണ്. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വിശദീകരിച്ചതാണ്. പിന്നീട് ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഷൈബ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ നരച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയായ ബനു നജാർ ഗോത്രക്കാരിയായ സൽമ അദ്ദേഹത്തിന് നൽകിയ പേര് ഷൈബ എന്നാണ്. പിന്നീട് മുത്തലിബ്, ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബ് കൊണ്ടുവരാൻ വേണ്ടി പോയി. പിന്നെ ഹാഷിമിന്റെ മകനെ മക്കയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആളുകളുടെ ധാരണ എന്താണ്, ഇത് പിന്നെ മുത്തലിബിന്റെ അടിമയാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് എന്ത് പേര് വന്നു, അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് വന്നു. ഇതാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജറയെയും അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കി കയ്യിലുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കഴിഞ്ഞപ്പോ പിന്നീട് അവരെന്ത് ചെയ്യാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഉള്ളത് പിന്നീട് മകനായ ഇസ്മായിൽ നബിയും ഭാര്യയായ ഹാജറയാണ്. പിന്നീട് സംസം വെള്ളം അവർക്ക് ലഭിച്ചു. പിന്നീട് അവിടെ വരുന്ന ഒരു ഗോത്രമാണ് ജുർഹും ഗോത്രം. ഈ ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാഷ പഠിക്കുന്നത്. ആ ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഈ ജുർഹും ഗോത്രം എന്ത് ചെയ്യാണ്, ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളായി മാറി. നല്ല ആളുകളൊക്കെ മരണപ്പെട്ടപ്പോ പിന്നീട് അവശേഷിച്ച ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരുന്നു. അവര് പിന്നീട് ഖുസാഅ ഗോത്രം അവരെ പിടിക്കാൻ വന്ന സമയത്ത്, അവരെ കീഴടക്കാൻ വന്നപ്പോ അവരുടെ സ്വർണവും വെള്ളികളൊക്കെ എന്ത് ചെയ്തു, സംസം കിണറിലിട്ട് സംസം കിണർ മൂടി. അപ്പൊ ഈ ഒരു സമയത്ത് ഹാഷിമിന്റെ കാലാണെങ്കിലും ഖുസൈന്റെ കാലഘട്ടത്തിലാണെങ്കിലും എവിടെയാണ് സംസം കിണർ എന്നുള്ളത് ആർക്കും അറിയില്ല. ഓക്കെ, സംസം കിണർ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇതൊക്കെ പിന്നീട് കണ്ടെത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ഇപ്പൊ ഈ ഒരു സമയത്ത് സംസം കിണർ ആർക്കും അറിയില്ല എവിടെയെന്നുള്ളത്. സംസം കിണർ എവിടെയെന്നുള്ളത് ആർക്കും അറിയില്ല. ആ ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പായ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ പരിസരത്ത് കിടന്നുറങ്ങാണ്. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ വന്ന ഒരാൾ പറയാണ്, നീ ത്വയ്ബ കുടിക്കുക എന്നുള്ളതാണ്. നീ ത്വയ്ബ കുടിക്കുക എന്ന് പറഞ്ഞ് ഈ സ്വപ്നത്തിൽ വന്ന വ്യക്തി അപ്രത്യക്ഷനായി. അദ്ദേഹം പിന്നെ വേറൊന്നും പറഞ്ഞില്ല. അഥവാ ത്വയ്ബ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ശ്രേഷ്ഠതയുള്ള, അത് ശുദ്ധമായത്, പിന്നെ വിശിഷ്ടമായത് എന്നൊക്കെ അർത്ഥം കാണാൻ കഴിയും. അപ്പൊ നീ ത്വയ്ബ കുടിക്കുക എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ വ്യക്തി പിന്നീട് സ്വപ്നത്തിൽ അപ്രത്യക്ഷനായി. 2ാമത്തെ ദിവസവും ഇതേ വ്യക്തിനെ തന്നെ അബ്ദുൽ മുത്തലിബ് സ്വപ്നം കണ്ടു. അബ്ദുൽ മുത്തലിബ് സ്വപ്നം കണ്ടപ്പോ 2ാമത്തെ ദിവസം ഇയാള് പറയാണ്, നീ ബർറ കുടിക്കുക എന്നുള്ളതാണ്. ബർറ എന്നൊക്കെ പറഞ്ഞാൽ പുണ്യം എന്നുള്ളതാണ്. അപ്പോ ആ രൂപത്തിലും 2ാമത്തെ ദിവസവും സ്വപ്നം കണ്ടു. എന്താണ് ബർറ എന്ന് ചോദിച്ചപ്പോഴേക്ക് അയാളെ പിന്നീട് കാണുന്നില്ല. ഇതൊക്കെ എപ്പോഴാണ്, ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലാണ്. 3ാമത്തെ ദിവസവും കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ സ്വപ്നം പൂർത്തിയായില്ല. 4ാമത്തെ ദിവസം ഇതാരാ സ്വപ്നം കാണുന്നത്, റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുകയാണ്. 1ാമത്തെ ദിവസവും 2ഉം 3ഉം കഴിഞ്ഞു. 4ാമത്തെ ദിവസം ഇതേ വ്യക്തി വന്ന് സ്വപ്നത്തിൽ പറയാണ്, നീ സംസം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സംസം എവിടെയാണ്, സംസമിന്റെ കിണർ എവിടെയാണ് ആർക്കും അറിയില്ല. അന്ന് ഖുറൈശികൾക്ക് ആർക്കും അറിയില്ല. കാരണം ജുർഹും ഗോത്രം സ്വർണം വെള്ളിയൊക്കെ അതിലിട്ട് അവര് മൂടിക്കാണ്. അപ്പൊ ഏത് ഭാഗത്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ നീ സംസം കുടിക്കാന്ന് പറഞ്ഞപ്പോ എന്താണ് സംസം എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്വപ്നത്തിൽ വന്ന വ്യക്തി സംസമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സംസം എവിടെയാണ് എന്നുള്ളതിന്റെ സ്ഥലവും പറഞ്ഞു കൊടുത്തു. ഇന്ന ഭാഗത്ത്, മക്കയുടെ ഇന്ന ഭാഗത്താണ് അതിന്റെ ലൊക്കേഷൻ തുടങ്ങിയ കാര്യവും ചെയ്തു ഈ സ്വപ്നത്തിൽ വന്ന വ്യക്തി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹിന്റെ വല്യുപ്പായ അബ്ദുൽ മുത്തലിബ്
അദ്ദേഹത്തിന്റെ മകനായ ഹാരിസിനെയും കൂട്ടി ആയുധവുമായി കൊണ്ട് ഈ സംസം കിണർ കുഴിക്കാൻ വേണ്ടി ഇറങ്ങാണ്. ആരാണ്? ഹാരിസ എന്ന് പറയുന്ന മകൻ. അഥവാ ആ ഒരു സമയത്ത് അബ്ദുൽ മുത്തലിബിനുണ്ടായ ഏക മകൻ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ് അയാളുടെ പൂർണ്ണനാമം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബ്ദുൽ മുത്തലിബിന്റെ കുഞ്ഞിയത്ത് തന്നെ വിളിപ്പേര് അബുൽ ഹാരിസ് എന്നാണ്. ആ മകനിലേക്ക് ചേർത്തിയിട്ടാണ് അബുൽ ഹാരിസ് എന്ന പേര് പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ട സമയത്ത് ഇദ്ദേഹം മകനായ ഹാരിസയെയും കൂട്ടി ആയുധവുമായി കൊണ്ട് സംസം കിണർ കുഴിക്കാൻ വേണ്ടി ഇറങ്ങി. ആ സ്വപ്നത്തിൽ പറഞ്ഞ വ്യക്തി ഇന്നാലിന്ന ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു സംസം കിണർ. ആ ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹം കുഴിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള അറബി ഗോത്രക്കാരെ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഈ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ പ്രവർത്തനം കണ്ട മക്കയിലെ മറ്റുള്ള അറബി ഗോത്രക്കാരെന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ പരിഹസിക്കാണ്. പക്ഷെ ആ പരിഹാസങ്ങളൊന്നും അദ്ദേഹം വകവെക്കാതെ അദ്ദേഹം കുഴിക്കാൻ വേണ്ടി തുടങ്ങി. കുഴിക്കുന്ന സമയത്ത് അദ്ദേഹം താഴേക്ക് പോകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് സ്വർണവും വെള്ളിയൊക്കെ കിട്ടുകയാണ്. എവിടുന്ന സ്വർണം വെള്ളിയൊക്കെ കിട്ടുന്നത്? എവിടുന്ന സ്വർണം വെള്ളിയും കിട്ടുന്നത്? ആ ജുറൂഹും ഗോത്രം പണ്ട് അവരുടെ സ്വർണം വെള്ളിയൊക്കെ അതിൽ കുഴിച്ചു മൂടി അവർ നാട് വിട്ടു പോയതാണ്. അപ്പൊ അതേ ഇങ്ങനെ കുഴിക്കുന്ന സമയത്ത് താഴേക്ക് പോകുന്ന അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? സ്വർണം വെള്ളിയൊക്കെ കിട്ടാൻ തുടങ്ങി. കുറച്ചും കൂടി താഴേക്ക് പോയപ്പോ വെള്ളത്തിന്റെ ശക്തമായ ഉറവ കണ്ടു. അപ്പൊ അദ്ദേഹം ഉറക്കെ തക്ബീർ ചൊല്ലാണ്, അല്ലാഹു അക്ബർ എന്ന് ആര് പറയാണ്? റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് പറയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് സംസം കിണറിന്റെ സ്ഥാനം കിട്ടി. സംസം കിണർ അവർ കുഴിച്ചു. കുഴിച്ചതിന് ശേഷം മറ്റുള്ള അറബി ഗോത്രക്കാരായ ആളുകൾ വന്ന് അവർ അവകാശവാദം മുൻനിർത്തുകയാണ്. ഞങ്ങളും അദനാനികളാണ്, ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന രൂപത്തിൽ ഇത്ര സമയം അബ്ദുൽ മുത്തലിബ് കുഴിക്കുമ്പോൾ പരിഹസിച്ച ആളുകളാണ്. പക്ഷെ സംസം കിണർ കണ്ടപ്പോൾ വെള്ളം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ സ്വഭാവം മാറി. അവർ പറഞ്ഞു അതിന്റെ അവകാശത്തിൽ ഞങ്ങൾക്കും പങ്കുവേണം തുടങ്ങിയ രൂപത്തിൽ അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തില്ല? അദ്ദേഹം അത് സമ്മതിച്ചില്ല. എന്റെ സ്വപ്നത്തിൽ എനിക്ക് ഞാൻ കണ്ടതിനനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യണത്? കുടിക്കണത്. ഞാൻ കുടിക്കണ സമയത്ത് നിങ്ങളൊക്കെ എന്നെ കളിയാക്കി. ഞാൻ അതൊന്നും വകവെക്കാതെ വീണ്ടും വീണ്ടും താഴേക്ക് കുഴിച്ചു പോയതിനനുസരിച്ചിട്ടാണ് എനിക്ക് സംസം കിണർ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കാരെ അതൊന്ന് വെള്ളം കുടിച്ചോളി, അന്ന് വേണമെങ്കിൽ വെള്ളം കുടിച്ചോളൂ. പക്ഷേ സംസമിന്റെ അധികാരം, സംസമിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം എന്റെ കയ്യിലായിരിക്കും. ഇത് വലിയ പ്രശ്നമായി. മക്കയിലെ ബാക്കിയുള്ള ഗോത്രക്കാരും അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബും തമ്മിൽ വലിയ പ്രശ്നം. അപ്പൊ ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം എടുക്കുകയാണ്, ഒരു വലിയൊരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ എന്നറിയോ? അബ്ദുൽ മുത്തലിബ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് 10 ആൺകുട്ടികളെ നൽകിയാൽ അതിലൊരു ആൺകുട്ടിനെ ഞാൻ എന്ത് ചെയ്യും? ബലിയെറുക്കും. എന്താ പറഞ്ഞത്? അള്ളാഹു എനിക്ക് 10 ആൺകുട്ടികളെ നൽകുകയാണെങ്കിൽ അതിലൊരു മകനെ ഞാൻ എന്ത് ചെയ്യും? ബലി അറുക്കും എന്ന് ആര് പ്രഖ്യാപിക്കാണ്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് ആ സമയത്തുള്ള ഏക മകൻ ആരാണ്? ഹാരിസ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്, വേറെ ആരുമില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അള്ളാഹു എനിക്ക് 10 മക്കളെ, അഥവാ അങ്ങനെ പറയണത് എന്തിനാണ്? എനിക്കെങ്ങാനും 10 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് തർക്കിക്കാൻ വരൂല. കാരണം എനിക്ക് സംരക്ഷണം നിൽക്കാൻ എന്റെ മക്കൾ മുമ്പിൽ ഉണ്ടാകും. എനിക്ക് ആ മക്കളില്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ ഇങ്ങോട്ട് തർക്കിക്കണത്. എനിക്കെങ്ങാനും 10 മക്കൾ അള്ളാഹു നൽകുകയാണെങ്കിൽ അതിലൊരു മകനെ ഞാൻ എന്ത് ചെയ്യും? ബലി അറുക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് അവിടെ ശപഥം ചെയ്യണം. ഈ ഒരു ശപഥം ഓർക്കണേ, ഇത് മറക്കരുത്. ഈ ഒരു സമയത്താണ് അബ്ദുൽ മുത്തലിബ് ശപഥം ചെയ്യണത്. എന്തായാലും അബ്ദുൽ മുത്തലിബ് ആ ഒരു സമയത്ത് ബാക്കിയുള്ള ആളുകളുമായി കൊണ്ട് ഒത്തുതീർപ്പിൽ ഏർപ്പെടുകയാണ്. മറ്റുള്ള ആളുകൾ തമ്മിൽ ഒത്തുതീർപ്പിൽ ഏർപ്പെട്ടു. എന്താണ് അവർ തീരുമാനിച്ച കാര്യം? മക്കയിൽ നിന്ന് വളരെ വിദൂരത്തുള്ള സഅദ് എന്ന് പറയുന്ന ഗോത്രത്തിൽ ഒരു കാഹിനുണ്ട്, ഒരു ജ്യോത്സ്യനുണ്ട്. ആ ജ്യോത്സ്യന്റെ അരികിൽ പോയി അദ്ദേഹം പറയുന്ന പരിഹാരം നമുക്ക് സ്വീകരിക്കാം. അഥവാ സംസം കിണറിന്റെ അവകാശം വേണമെന്ന് മറ്റുള്ള അറബി ഗോത്രക്കാരും പറയുന്നു. അത് വിട്ടുകൊടുക്കാൻ അബ്ദുൽ മുത്തലിബ് ഒന്നല്ല തയ്യാറല്ല. അപ്പൊ പ്രശ്ന കലുഷിതമായപ്പോ മക്കയിൽ നിന്നും വിദൂരത്തുള്ള സഅദ് ഗോത്രത്തിലെ ഒരു ജ്യോത്സ്യനുണ്ട്. ആ ജ്യോത്സ്യന്റെ അരികിൽ പോയി അദ്ദേഹത്തോട് കാര്യം തിരക്കാം. അദ്ദേഹം എന്താണോ പറയണത് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. രണ്ടു കൂട്ടരും സമ്മതിച്ചു. മക്കയിലെ പ്രധാനപ്പെട്ട ഗോത്രങ്ങളിലെ 20ഓളം ആളുകൾ ഈ ജ്യോത്സ്യനോട് കാര്യം തിരക്കാൻ വേണ്ടി യാത്ര പോവുകയാണ്. യാത്ര പോയി യാത്രാമധ്യേ അവർക്ക് വഴി തെറ്റി. യാത്രാമധ്യേ എന്ത് ചെയ്യാണ്? ഇവർക്ക് വഴി തെറ്റിയാണ്. ഇവര് മരുഭൂമിയിൽ ഒരുപാട് ദിവസങ്ങളോളം അകപ്പെടുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നു.
അപ്പൊ തീർന്ന സമയത്ത് അവർ ഓരോരുത്തരും അവരുടെ മരണം ഉറപ്പിക്കുകയാണ്. കാരണം ഇനിയൊരു രക്ഷയില്ല, ഇനി മക്കയിലേക്ക് എത്താൻ ഒരു രക്ഷയില്ല. കാരണം ഒരുപാട് ദിവസമായി മരുഭൂമിയിൽ ഇങ്ങനെ കടന്നകപ്പെടുന്നു. കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞു, കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു, ഇനി മരണം ഉറപ്പായി. അപ്പൊ അവർ ഓരോരുത്തരും എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ട കബർ കുഴിക്കുകയാണ്. ആ കബർ കുഴിച്ചിട്ട് ആ കബറിൽ കിടക്കുകയാണ്. അഥവാ അത് അറബികളുടെ ഒരു രീതിയാണ്. അഥവാ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് പിന്നെ വന്യമൃഗങ്ങൾ ഞങ്ങളുടെ മരണത്തിന് ശേഷം ഞങ്ങളുടെ ശരീരം വികൃതമാക്കരുത്. അപ്പൊ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കബർ കുഴിച്ച് ആ കബറിൽ ഇറങ്ങി കടന്നാല് ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് പണിയുള്ളൂ? അത് മൂടാനേ പണിയുള്ളൂ. അത്ര അവരുടെ ഉത്തരവാദിത്തമുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ട കബർ കുഴിക്കാൻ തുടങ്ങി. പല ആളുകളും കബർ കുഴിച്ച് കുഴി കുഴിച്ച് അതിൽ കിടക്കുകയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ വല്യപ്പ എന്തുണ്ട്? ഈ യാത്രാ സംഘത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് വേണ്ട കബർ കുഴിക്കാണ്. കബർ കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉറവ് ലഭിക്കുകയാണ്. വെള്ളത്തിന്റെ ശക്തമായ ഉറവ് ലഭിച്ചു. അപ്പൊ അദ്ദേഹം ഉറക്ക തക്ബീർ ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ എന്ന് ആര് വിളിക്കാണ്? അബ്ദുൽ മുത്തലിബ് വിളിച്ചു. ആളുകളൊക്കെ വന്ന് അവർക്ക് മതിയാകുന്നത് വരെ വെള്ളം കുടിച്ചു. മതിയാകുന്നത് വരെ വെള്ളം കുടിച്ചപ്പോ ബാക്കിയുള്ള ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, ഇനി കാഹിനിനൊന്നും പോയി കാണണ്ട, ഈ ജോത്സ്യന്റെ അരികിലൊന്നും പോണ്ട, ആ സംസമിന്റെ ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണ്. അതിന്റെ അടയാളം എന്നോളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യണത്? നിങ്ങൾക്ക് ഉറവനെ കാണിച്ചു തരുന്നത്. വെള്ളത്തിന്റെ ഉറവ ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് ഇനി ഒരു സംസാരമൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാ ആളുകളും ഏകകണ്ഠേന അംഗീകരിച്ചിട്ടുണ്ട്. സംസമിന്റെ അധികാരം താങ്കളുടെ കയ്യിലാണ്. അങ്ങനെ സംസമിന്റെ അധികാരം ആരുടെ കയ്യിൽ ലഭിക്കാണ്? റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ ലഭിച്ചു. അബ്ദുൽ മുത്തലിബ് മക്കയിലെത്തിയ ഉടനെ തന്നെ സംസം കിണർ വൃത്തിയാക്കി. അവർ യാത്ര പോയിക്കായിരുന്നു. യാത്ര പോയി തിരിച്ചു വന്നപ്പോ അതിന് ചുറ്റും വലിയൊരു മതിലൊക്കെ കെട്ടി. അദ്ദേഹത്തിന് ഈ കുഴി കുഴിക്കുന്ന സമയത്ത് സ്വർണം വെള്ളി കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഉരുക്കിയിട്ട് കഅബാലയത്തിന് ഒരു സ്വർണം കൊണ്ടുള്ള ഒരു വാതിലും ഈ അബ്ദുൽ മുത്തലിബ് നിർമ്മിച്ചു. ഈ അബ്ദുൽ മുത്തലിബ് നിർമ്മിച്ച് പിന്നീട് മക്കക്കാർക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാൻ പറ്റും. ഇപ്പൊ നോക്കി, ഇന്നും നമ്മൾക്ക് സംസം കിണർന്ന് എന്ത് ചെയ്യുന്നില്ല, വെള്ളം വയ്ക്കണില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. ഒരാൾ സംസം വെള്ളം എന്തിനാണോ കുടിക്കണത് അത് അതിനുള്ളതാണ് എന്നുള്ളതാണ്. ഒരാൾ സംസം വെള്ളം എന്തിനാണോ, ഒരാൾ ഇപ്പൊ വിശപ്പ് മാറാനാണെങ്കിൽ ആ വിശപ്പ് അതുമൂലം മാറും. ഒരാൾ ദാഹം മാറാനാണെങ്കിൽ ദാഹം അതുമൂലം മാറും. രോഗം മാറാനാണെങ്കിൽ രോഗശമനം അതിലൂടെ ഉണ്ടാകും. ഒരാളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനാണെങ്കിൽ ഇപ്പൊ ചില പണ്ഡിതന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവർ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ ഇമാം ബുഖാരിയുടെ ഹിഫ്ള് നൽകണേ അല്ലാഹ്. അത്രത്തോളം അപാര മനപ്പാടമാക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു ഇമാം ദഹബിയും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയൊക്കെ. അപ്പൊ ഇവരുടെ ഹിഫ്ള് നൽകണേ, മനപ്പാടാക്കാനുള്ള കഴിവ് നൽകണേ എന്ന് ഇവര് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും പറഞ്ഞു വന്ന വിഷയം, ഒരാള് എന്തിനാണോ സംസം വെള്ളം കുടിക്കണത് അത് അതിനുള്ളതാണ് എന്നുള്ളതാണ്. എന്തായാലും സംസമിന്റെ അധികാരം പിന്നീട് റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലേക്ക് ലഭിക്കുകയാണ്. അപ്പൊ പണ്ട് ജുറൂം ഗോത്രം കുഴിച്ചു മൂടിയതായിരുന്നു. അത് പിന്നീട് ലഭിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? റസൂലുള്ളാഹിന്റെ വല്യുപ്പായ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അബ്ദുൽ മുത്തലിബ് ഒരു ശപഥം ചെയ്തിരുന്നു, അല്ലെ? എന്താണ് ശപഥം? എനിക്ക് 10 ആൺകുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അതിലൊരു ആൺകുട്ടിനെ ഞാൻ എന്ത് ചെയ്യും? ബലി അറുക്കും എന്നുള്ളതാണ് ശപഥം. അന്ന് അബ്ദുൽ മുത്തലിബിനുണ്ടായ ഏക മകൻ ആരായിരുന്നു? ഹാരിസ മാത്രമാണ്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് 10 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ഉണ്ടായി. ഏതൊക്കെയാണ് 10 ആൺകുട്ടികൾ? 1 ഹാരിസ, 2 സുബൈർ, 3 അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ അബൂ ലഹബിന്റെ ശരിക്കുള്ള നാമം അബ്ദുൽ ഉസ്സ, ഉസ്സയുടെ അടിമ എന്നാണ്. പിന്നെ അബൂ ലഹബ് എന്ന് പേര് പറയാനുള്ള കാരണം എന്താണ്? ലഹബ് എന്ന അറബി ഭാഷയിൽ ജ്വാലയുള്ളത്, തിളക്കമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. നല്ല ഭംഗിയുള്ള വ്യക്തിയായിരുന്നു അബൂ ലഹബ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് ജ്വാലയുടെ പിതാവ്, തിളക്കത്തിന്റെ പിതാവ് എന്ന സ്ഥാനപ്പേര് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അബൂ ലഹബിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാമം അബ്ദുൽ ഉസ്സയാണ്. അതേപോലെ തന്നെ അബൂ ലഹബ് അബ്ദുൽ മുത്തലിബിന്റെ മറ്റുള്ള മക്കളാണ് അൽ മുഖവ്വിം, പിന്നെ ദിറാർ, അബൂ താലിബ്. അബൂ താലിബ് എന്ന് പറഞ്ഞാല് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ താലിബ്, അലി ഇബ്നു അബി താലിബ് എന്നല്ല പറയാറ്. അപ്പൊ അബൂ താലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ഹജില് ഹംസ,
ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ റസൂലുള്ളാഹിന്റെ ഉപ്പായ അബ്ദുള്ള. ഇങ്ങനെ 10 ആൺകുട്ടികൾ ആർക്കുണ്ടായി? അബ്ദുൽ മുത്തലിബിനുണ്ടായി. അതേപോലെ തന്നെ 6 പെൺകുട്ടികൾ, സഫിയ, ഉമ്മു ഹക്കീം, ആതിക, ഉമൈമ, അർവ, ബർറ എന്ന് പറയുന്ന 6 പെൺകുട്ടികളും ഉണ്ടായി. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ അന്നത്തെ ശബ്ദമാണ്, എനിക്ക് 10 ആൺകുട്ടികൾ ഉണ്ടായാൽ എന്ത് ചെയ്യും, ഞാൻ അതിലൊരു ആൺകുട്ടിനെ ബലിയെറുക്കും. അറബികൾക്കൊരു പ്രത്യേകത ഉണ്ട്, അറബികൾ വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന ആളുകളായിരുന്നു. അവർ വെറുതൊന്നും വാക്ക് കൊടുക്കൂല. ഇനി വാക്ക് കൊടുത്താൽ തന്നെ പിന്നെ അതിന് ജീവൻ കൊടുക്കാനും അവർ തയ്യാറാണ്. ഒരു കാര്യം അവർ തീരുമാനിച്ചാൽ പിന്നെ അതിന്ന് മാറി നിൽക്കൂല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് 10 മക്കളുടെ പേരെഴുതി നറുക്ക് കൊടുത്തു. നറുക്ക് ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ളയുടെ പേരാണ്. അബ്ദുള്ളയെ അബ്ദുൽ മുത്തലിബിന് വല്ലാത്ത സ്നേഹമുണ്ട്. പക്ഷെ എന്നാലും ശപഥം ചെയ്തിട്ടുണ്ട്. ശപഥം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് മോശമാണ്. അങ്ങനെ മകനെ കൊണ്ട് ഖുറൈശി കഅബാലയത്തിന്റെ അരികിലേക്ക് വന്നു. കഅബാലയത്തിന്റെ അരികിലേക്ക്, അഥവാ റസൂലുള്ളാഹിന്റെ ഉപ്പായ അബ്ദുള്ള അന്ന് ചെറിയ കുട്ടിയാണ്. അങ്ങനെ അബ്ദുള്ള കുട്ടി വരുന്ന സമയത്ത് മറ്റുള്ള ഖുറൈശികളായ ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ, ഭ്രാന്തുണ്ടോ, ഈ മകനെയാണോ നിങ്ങൾ വധിക്കണത്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് ശപഥം ചെയ്തതാണ്, അള്ളാഹിന്റെ പേര് പറഞ്ഞ് ശപഥം ചെയ്ത വിഷയമാണ്, ഇനി അതൊന്നും എനിക്ക് മാറി പറ്റൂല. അപ്പൊ അദ്ദേഹം ആ ഒരു സമയത്ത് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ള ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, നിങ്ങൾ മക്കയിൽ അറിയപ്പെട്ട ഒരു കാഹിനുണ്ട്, ഒരു ജൂൽസിനുണ്ട്, അയാളുടെ അരികിൽ പോയിട്ട് ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി. ഇങ്ങനെ അബ്ദുള്ളയെ അറുക്കാതിരിക്കാൻ, ബലി അറുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി. അങ്ങനെ അദ്ദേഹം നേരെ ജോൽസിന്റെ അരികിൽ പോയി. ജോൽസിനോട് ഈ കാര്യം തിരക്കിയപ്പോ ജോൽസ് പറഞ്ഞു, അബ്ദുള്ളയുടെ പേര് എഴുതുക, 10 ഒട്ടകങ്ങളെയും നറുക്കെടുക്കുക. ഈ 10 ഒട്ടകങ്ങളെ നറുക്ക് ലഭിച്ചാൽ 10 ഒട്ടകങ്ങൾ അറുക്കുക, അബ്ദുള്ള നറുക്കണ്ട. എന്നാൽ രണ്ടാമത്തെ തവണയും അബ്ദുള്ളാന്റെ പേര് വരികയാണെങ്കിലോ പിന്നെയും 10 ഒട്ടകങ്ങൾ വീണ്ടും ചേർക്കുക. അങ്ങനെ 20 ഒട്ടകങ്ങൾ. അങ്ങനെ എത്രത്തോളം ഏത് സമയത്താണ് അബ്ദുള്ളയുടെ പേര് വരുന്നത് അത്രത്തോളം ഒട്ടകങ്ങൾ ഇങ്ങനെ 10 ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്. 10 തവണ എന്ത് ചെയ്തു, ഇതിങ്ങനെ തുടർത്തിപ്പോയി. 10 തവണ നറുക്കെടുത്തപ്പോഴും പേരാരത് വരുന്നത്, അബ്ദുള്ളയുടെ, അഥവാ 100 ഒട്ടകായി. 100 ഒട്ടകായി. 11ാമത്തെ തവണ ഇട്ടപ്പോ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ളയുടെ പേര് ലഭിച്ചു. ഇവിടെ നോക്കി, ഇവിടുന്ന് ഇന്നും ഇസ്ലാമിക ശരീഅത്തിൽ ഒരാൾ മറ്റൊരാളെ അന്യായമായി കൊണ്ട് വധിച്ചാല് 100 ഒട്ടകങ്ങൾക്ക് മൂല്യം കണക്കാക്കി അതിന്റെ സമാനമായ തുകയാണ് ഇന്നും കൊടുക്കേണ്ടത്. ദിയായിട്ട്, ബ്ലഡ് മണി ആയിട്ട് കൊടുക്കേണ്ടത് ഏകദേശം ഇതിന്റെ സമാനമായിട്ടുള്ള തുകയാണ് എന്നുള്ളതും കൂടി ഇതിൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 100 ഒട്ടകങ്ങളെ ബലിയെറുത്തു. അബ്ദുള്ള അതിന്ന് രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കാണ്, അന ഇബ്നു ദബീഹൈൻ, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇരട്ട ബലിയുടെ പുത്രൻ ആരാണോ? ഒന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് എൻ്റെ ഉപ്പയായ അബ്ദുള്ളയാണ്. അങ്ങനെ ഇരട്ട ബലിയുടെ പുത്രനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നോക്കി, ഇവിടെ എല്ലാ വിഷയങ്ങളും, ഇപ്പൊ സംസം കിണറ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ലഭിക്കുന്നത്. ഇസ്മായിൽ നബിന്റെ കാലഘട്ടത്തിന് ശേഷം അത് പിന്നീട് മൂടപ്പെടുകയാണ്. അത് മൂടപ്പെട്ടപ്പോ പിന്നീട് റസൂലുള്ള വരുമ്പോഴേക്ക് എന്ത് ചെയ്യാണ്, ആ സംസം കിണറ് മക്കക്കാർക്ക് ലഭിച്ചു. അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതേപോലെ റസൂലുള്ളാഹിന്റെ ഉപ്പയായ അബ്ദുള്ളയെയും അറുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് എന്നുള്ളതും കൂടി ഇതിൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ള പിന്നീട് യുവാവായി മാറി. അദ്ദേഹത്തിന്റെ 25ാമത്തെ വയസ്സിൽ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് മകന് കല്യാണം ആലോചിക്കാണ്. അതിസുന്ദരനായിരുന്നു അബ്ദുള്ള. അങ്ങനെ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല ഭംഗിയുള്ള ബനു സഹറ ഗോത്രത്തിലെ ആമിന ബിൻതു വഹബ് എന്ന് പറയുന്ന സ്ത്രീയെ അബ്ദുള്ളയുടെ ഇണയായിക്കൊണ്ട് തെരഞ്ഞെടുത്തു. അവർ കല്യാണം നടന്ന് മധുവിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച മാത്രം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ചില റിപ്പോർട്ടില് 1 മാസം എന്നൊക്കെ കാണാൻ കഴിയും. എന്തായാലും ഒരാഴ്ചത്തോടെ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, ദാമ്പത്യ ജീവിതം നടത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് അബ്ദുള്ളക്ക് സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകണം. സ്വാഭാവികമാണ്, നമുക്ക് ചിന്ത ഉണ്ടാകും, കല്യാണം കഴിഞ്ഞ പുതുക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ളത്. അത് അറബികൾക്കുള്ള അവരുടെ ജീവിത മാർഗം കച്ചവടമാണ്. അപ്പൊ ഈ ഒരു സന്ദർഭം, അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ കച്ചവടം നടത്തിയാലേ ലാഭം ഉണ്ടാകുള്ളൂ,
അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അവർ കച്ചവടത്തിന് വേണ്ടി പോകണം. അപ്പൊ കച്ചവടത്തിന് വേണ്ടി സിറയിലേക്ക് പോയി. സിറയിൽ നിന്ന് കച്ചവടം ചെയ്ത് തിരിച്ച് മക്കയിലേക്ക് വരുന്ന വഴിയിൽ അബ്ദുള്ളക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് അദ്ദേഹം യസ്രിബിലെത്തിയപ്പോ, അഥവാ ഇന്നത്തെ മദീനയിലെത്തിയപ്പോ അബ്ദുള്ള പറഞ്ഞു, ഇനി ഞാൻ മക്കയിലേക്കില്ല, എനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് ഞാൻ മക്കയിലാണ്, ഇനി മദീനയിൽ നിന്നോളാം. മദീനയിൽ എൻ്റെ കുടുംബക്കാരുണ്ട്. അബ്ദുള്ളയുടെ കുടുംബക്കാരെവിടെ മദീനത്തുള്ളത്? അബ്ദുള്ളയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മാന്റെ നാട്, ബനു നജ്ജാർ ഗോത്രക്കാരിയായ സൽമയുടെ നാട് എവിടെയാണ്? മദീനയാണ്. അതുകൊണ്ട് ഞാൻ മദീനയിൽ നിന്നോളാം. അങ്ങനെ ബാക്കിയുള്ള യാത്രാ സംഘം മക്കയിൽ തിരിച്ചെത്തിയപ്പോ ഈ യാത്രാ സംഘം വന്നു എന്ന് കേട്ടപ്പോ റസൂലുള്ളാഹിന്റെ ഉമ്മയായ ആമിന ബിൻത് വഹബ് ഓടിച്ചില്ലാണ് ഭർത്താവായ അബ്ദുള്ളയെ കാണാൻ വേണ്ടി. പക്ഷെ ആ കൂട്ടത്തിൽ അബ്ദുള്ള ഇല്ല. അബ്ദുള്ളക്ക് രോഗാണ്, പിന്നെ യസ്രിബിലാണെന്ന് മനസ്സിലാക്കിയപ്പോ അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ളയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് മൂത്ത മകനായ ഹാരിസയെ മദീനത്തേക്ക് പറഞ്ഞയച്ചു. വല്ല സഹായമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് പെട്ടെന്ന് രോഗം മാറ്റി മക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹാരിസയെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞയക്കുന്നത്. പക്ഷെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസ മദീനത്തെത്തുമ്പോ കേട്ട വാർത്ത അബ്ദുള്ള മരണപ്പെട്ടു എന്നുള്ളതാണ്. അബ്ദുള്ള മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഹാരിസ കേൾക്കുന്നത്. പിന്നീട് ബനു നജ്ജാർ ഗോത്രത്തിലാണ് അബ്ദുള്ളയുടെ മയ്യത്ത് ഖബറടക്കുന്നത്. ഈ വാർത്ത എങ്ങനെയാണ് ഉപ്പയായ അബ്ദുൽ മുത്തലിബിനോടും അബ്ദുള്ളയുടെ ഭാര്യയായ ആമിന ബിൻത് വഹബിനോടും പറയാം? വല്ലാത്ത സങ്കടം വന്നു. കാരണം ഒരാഴ്ചയെ അവരൊരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ, ഒരാഴ്ചയെ തീർത്തുള്ളൂ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ അവർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ വിവരം ആമിന ബിൻത് വഹബിനോട് പറഞ്ഞു. ആമിന ബിൻത് വഹബിന് ആ ഒരു സങ്കടം സഹിക്കാൻ കഴിയാതെ അവര് അബ്ദുള്ളയെ കുറിച്ച് രചിക്കുന്ന ചില കാവ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അവർക്ക് ആ ഒരു വിഷയത്തിൽ ഏക സമാധാനം ലഭിക്കുന്നത് അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ ആ ഗർഭകാലഘട്ടത്തിൽ നടന്ന ആമിന ബിൻത് വഹബിന്റെ ഗർഭകാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിന്നീടുള്ള ഒരു സംഭവമായിരുന്നു ആനക്കലഹ സംഭവം എന്നുള്ളത്. അവര് ഗർഭിണിയാണ്. ആ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് പിന്നീട് ആനക്കലഹ സംഭവം സംഭവിക്കുന്നത്. ഇനി പ്രവാചകനെ പ്രസവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കും. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം ആനക്കലഹ സംഭവം എന്നുള്ളതാണ്. എന്താണ് ആനക്കലഹ സംഭവം? നമുക്കറിയാം, അബ്രഹത്തും കൂട്ടരും കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നതാണ്. അബ്രഹത്ത് പൊളിക്കാൻ വരാനുള്ള കാരണം എന്താണ്? നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ്. യമനിലെ ഭരണാധികാരിയായ എന്ന് പറയുന്ന വ്യക്തി ആളുകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയാണ്. ഇവിടുത്തെ യമനിലെ ഭരണാധികാരിയായ ദുനവാസ് അല്ലെങ്കിൽ രണ്ടു പേരുണ്ട്. ഇയാള് ആളുകളെ നിർബന്ധിച്ച് എന്ത് ചെയ്യാണ്? മതപരിവർത്തനം, അഥവാ ക്രിസ്തീയ മതത്തിൽ നിന്ന് ജൂത മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയാണ്. ഇവിടെ ക്രിസ്ത്യാനികളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ക്രിസ്ത്യാനികളല്ല നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. ഈസാ നബിയിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ. ഇവരെ നിർബന്ധിച്ച് ക്രിസ്തീയ മതത്തിൽ നിന്നും ജൂത മതത്തിലേക്ക് ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തി മതപരിവർത്തനം നടത്തുകയാണ്. ഇത് സ്വീകരിക്കാത്ത ആളുകളൊക്കെ വധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? ക്രിസ്തീയ മതം വിട്ട് ജൂത മതം സ്വീകരിച്ചു. അങ്ങനെ ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൊട്ടാരത്തിൽ ഒരു മാരണക്കാരനുണ്ടായിരുന്നു, ഒരു സാഹിർ ഉണ്ടായിരുന്നു. ഈ സാഹിർ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിയപ്പോ അദ്ദേഹം രാജാവിനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സിഹിറിന്റെ വിഷയങ്ങളും ബ്ലാക്ക് മാജിക് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് നല്ല കഴിവുള്ള ഒരു കുട്ടിയെ നൽകണം. ശരിക്കും ശ്രദ്ധിക്കണേ, എനിക്കൊരു കുട്ടിയെ നൽകണമെന്ന് ആര് പറയാണ്? ഈ സാഹിർ, ഈ മാരണക്കാരൻ പറയാണ്. അങ്ങനെ രാജാവ് നവാസ് എന്ന് പറയുന്ന രാജാവ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കഴിവുള്ള ഒരു കുട്ടിയെ തെരഞ്ഞെടുത്തു. ഈ കുട്ടി എല്ലാ ദിവസവും രാവിലെ കൊട്ടാരത്തിലേക്ക് വരും. ഈ സാഹിർ എന്ത് ചെയ്യും? സിഹിറിന്റെ വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് പോകും. ഈ രാവിലെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് യാത്രാ മധ്യേ എന്നും ഈ കുട്ടി ഒരു ക്രിസ്തീയ പുരോഹിതനെ കാണും. ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ശരിയല്ല, ഇതല്ല യഥാർത്ഥ വിശ്വാസം. അങ്ങനെ ഈസാ നബി പഠിപ്പിച്ചു തന്ന യഥാർത്ഥ വിശ്വാസം ഈ ചെറിയ കുട്ടിക്ക് ഈ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഈ കുട്ടി ആകൃഷ്ടനായി. കുട്ടി ജൂതമതം വിട്ട് ക്രിസ്തീയ മതം സ്വീകരിച്ചു. കുട്ടി ജൂതമതം വിട്ട് ക്രിസ്ത്യ മതം സ്വീകരിച്ചപ്പോ അള്ളാഹു ചില അമാനുഷിക കഴിവുകൾ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്.
വെള്ളപ്പാണ്ടുള്ള ആളുകൾക്ക് വെള്ളപ്പാണ്ട് മാറ്റാൻ കഴിയുന്ന, അതേപോലെ തന്നെ അന്ധന്മാരായ ആളുകൾക്ക് കണ്ണിന് കാഴ്ച ലഭിക്കുന്ന രൂപത്തിലൊക്കെ അള്ളാഹു ഈ കുട്ടിയിലൂടെ പല കഴിവുകളും പ്രത്യക്ഷപ്പെടുത്താണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ യമനിലെ രാജാവായ സൂ നവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടുകാരൻ ഈ വിവരം അറിഞ്ഞു. അദ്ദേഹം അന്ധനായി. അദ്ദേഹം ഈ കുട്ടിന്റെ അരികിൽ വന്നിട്ട് പറയാണ്, എന്റെ കണ്ണിന് അന്ധതയാണ്, ആ അന്ധത മാറ്റി തരണം. കുട്ടി പറഞ്ഞു, ഞാനല്ല കണ്ണിന് കാഴ്ച തരുന്നത്, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആലയാണ്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കുട്ടി പ്രാർത്ഥിച്ചു. ഇയാൾക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പൊ ഈ കുട്ടി ഈ രാജാവിന്റെ കൂട്ടുകാരനോട് ഒരു ഉറപ്പ് വാങ്ങി, ഈ വിവരം ഒരിക്കലും നിങ്ങൾ രാജാവിനോട് പറയരുത്. കാരണം രാജാവ് അറിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കുട്ടിനെ വധിക്കും. പക്ഷെ ഈ കൂട്ടുകാരൻ രാജാവിന്റെ സദസ്സിലെത്തിയപ്പോ ഇന്നലെ വരെ കണ്ണിന് കാഴ്ച ഇല്ലാത്ത ആള് ഇന്ന് പെട്ടെന്ന് കണ്ണിന് കാഴ്ച ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, രാജാവ് ചോദിച്ചു. രാജാവിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കി. അവസാനം രക്ഷയില്ലാന്ന് കണ്ടപ്പോ കുട്ടിന്റെ വിഷയം പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിക്ക് ക്രിസ്തീയ മതം പഠിപ്പിച്ചു കൊടുത്ത ക്രിസ്തീയ പുരോഹിതനെയും ഈ രാജാവിന്റെ കൂട്ടുകാരനെയും രാജാവ് പരസ്യമായി കൊണ്ടുവധിച്ചു. എന്നിട്ട് ഈ കുട്ടിയെ ആളുകളുടെ മുമ്പിൽ, ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച് മലയുടെ മുകളിലേക്ക് ഭടന്മാര് കൊണ്ടുപോയി. മലയുടെ മുകളിലേക്ക് കുട്ടിനെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടി അത്ഭുതകരമായി അവിടുന്ന് രക്ഷപ്പെട്ട് താഴേക്ക് വരുന്നു. കൊണ്ടുപോയ ഭടന്മാരെല്ലാവരും മരിച്ചു. രാജാവ് വീണ്ടും പറഞ്ഞു, തോണിയിൽ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി മുക്കിക്കൂല. അങ്ങനെ തോണിയിൽ കൊണ്ടുപോകുന്ന സമയത്തും കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്, ഭടന്മാര് മരിക്കുകയാണ്. അപ്പൊ എന്തെന്നെ ചെയ്തിട്ടും രാജാവിന് ഈ കുട്ടിനെ വധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ രാജാവിനോട് ഈ കുട്ടി പറയാണ്, നിങ്ങൾക്ക് എന്നെ വധിക്കണമെങ്കിൽ ഈ നജ്റാനിലെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് എന്നെ ഒരു ഉയർന്ന ഭാഗത്ത് എന്നെ എണീപ്പിച്ചു നിർത്തി എന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് ബിസ്മില്ലാ ബിറബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് അമ്പയ്യ. എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടി ഒരു ഉയർന്ന ഭാഗത്ത് എന്നെ നിർത്തുക, എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് ബിസ്മില്ലാ ബിറബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് അമ്പയ്യ. ആ അമ്പ് എന്റെ ശരീരത്തിൽ തറച്ചാലേ ഞാൻ മരിക്കുള്ളൂ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ മരിക്കൂല. രാജാവ് ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി എല്ലാ ആളുകളെയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കുട്ടിന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് ബിസ്മില്ലാ ബിറബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് അമ്പെയ്തു. കുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പൊ ഇത് കണ്ട ഈ രാജാവ് നിർബന്ധിച്ച മതപരിവർത്തനം നടത്തിയ ആളുകളില്ലേ, ജൂതമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ആളുകൾ, അവരെല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. അവരൊക്കെ ജൂതമതം വിട്ട് ക്രിസ്തീയ മതത്തിലേക്ക്, അതായത് യഥാർത്ഥ ഈസാ നബി പഠിപ്പിച്ച വിശ്വാസത്തിലേക്ക് വന്നു. ഈ വിഷയത്തിൽ കലിതുള്ളിയ സൂ നവാസ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയൊരു തീക്കുണ്ടാരുണ്ടാക്കി 20,000-ഓളം വരുന്ന ആളുകളെ ആ തീയിലിട്ട് ചുട്ടുകൊന്നു. അതാണ് സൂറത്ത് ബുറൂജിൽ അല്ലാഹു പറയുന്നത്, ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് എന്ന് പറയുന്ന കിടങ്ങിന്റെ ആളുകളില്ലേ, അത് ഈ സംഭവമാണ്. അങ്ങനെ ഈ 20,000-ഓളം വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൗസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി രക്ഷപ്പെട്ട് അദ്ദേഹം നേരെ റോമയിലേക്ക് പോയി. റോമൻ സാമ്രാജ്യത്തിലെ കൈസർ രാജാവ് ക്രിസ്തീയ ഭരണാധികാരിയാണ്. അപ്പൊ ക്രിസ്തീയ ഭരണാധികാരിയോട് പോയിട്ട് പറയാണ്, ജൂതമതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ സഹോദരങ്ങളെ സൂ നവാസ് എന്ന് പറയുന്ന വ്യക്തി 20,000-ഓളം വരുന്ന ആളുകളെ ചുട്ടുകൊന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ റോമൻ ചക്രവർത്തി കലിതുള്ളാണ്. അദ്ദേഹം നജാശി രാജാവിന്റെ അരികിലേക്ക് ആളയച്ചു. നജാശി രാജാവും ക്രിസ്തീയ ഭരണാധികാരിയാണ്. നജാശി രാജാവിനോട് സൂ നവാസിനെതിരെ, യമനിലെ ഭരണാധികാരിയായ സൂ നവാസിനെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. നജാശി രാജാവിന്റെ സൈന്യത്തിലെ ചീഫ് കമാൻഡർ ആയിരുന്നു, സൈനിക നായകനായിരുന്നു അരിയാത്ത് എന്ന് പറയുന്ന വ്യക്തി. അരിയാത്ത് യമനിലെത്തി ശക്തമായി കൊണ്ട് പോരാട്ടം നടത്തി യമന് പിടിച്ചടക്കി. ഈ യമനിലെ ഭരണാധികാരിയായ ആളുകളൊക്കെ ചുട്ടുകൊന്ന സൂ നവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പൊ പിന്നീട് യമനിലെ അധികാരം ആരുടെ കയ്യിലാണ്? പിന്നീട് അരിയാത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലാണ്. ഈ അരിയാത്തിന്റെ സൈന്യത്തിലെ മറ്റൊരു സേനാ നായകനാണ് അബ്രഹത്ത്. അരിയാത്തിന്റെ സൈന്യത്തിലെ മറ്റൊരു സേനാ നായകനാണ് അബ്രഹത്ത്. ഈ അബ്രഹത്തും അരിയാത്തും പിന്നീട് യമനിന്റെ അധികാരം ലഭിച്ചു. സ്വാഭാവികമാണ്, അധികാരം കിട്ടിയപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവം മാറി. അരിയാത്ത് പറഞ്ഞു, എനിക്കാണ് കൂടുതൽ അധികാരം വേണ്ടത്.
അബ്രഹത്ത് പറഞ്ഞു അല്ല എനിക്കാണ്. അങ്ങനെ അവര് രണ്ടുപേരും തർക്കമായി. അവസാനം ദന്തയുദ്ധം, ഓരോരുത്തരും അവരുടെ സേവകന്മാരോ ഭടന്മാരോ ആരും ഇല്ലാതെ രണ്ട് ആളുകൾ തമ്മിൽ അബ്രഹത്തും അരിയാത്തും വാലെടുത്ത് ഇറങ്ങുക, അതിൽ പരസ്പരം യുദ്ധം ചെയ്യുക. ആരാണോ ജയിക്കുന്നത് അവർക്ക് യമനിന്റെ അധികാരം. ഈ അരിയാത്തിന്റെ പ്രത്യേകത, അരിയാത്ത് നല്ല നീളമുള്ള കായിക ബലമുള്ള ആളാണ് അരിയാത്ത്. അബ്രഹത്ത് എന്ന് പറഞ്ഞാൽ കുറിയ ആളാണ്, വളരെ ഷോർട്ടായ ആളാണ്. അതേപോലെ തന്നെ തടിച്ച ആളാണ്. സ്വാഭാവികമാണ് ഇവർ രണ്ടു തമ്മിൽ യുദ്ധം ചെയ്താൽ ആരെ ജയിക്കുക? ആരെ ജയിക്കണ്ടേ? അരിയാത്താണ്. അരിയാത്താണ് വിജയിക്കണത്. അബ്രഹത്തിന്റെ മൂക്കിന്റെ ഭാഗത്തേക്ക് വെട്ടുന്നുണ്ട്. അബ്രഹത്ത് എന്ന് പറഞ്ഞാൽ അബിസീനിയൻ ഭാഷയിൽ വെളുത്ത മുഖമുള്ളവൻ എന്നാണ്. പക്ഷെ അബ്രഹത്തിന്റെ മൂക്കിന്റെയും ചുണ്ടിന്റെ ഒക്കെ ഭാഗത്ത് വെട്ടുകൊണ്ടപ്പോ അദ്ദേഹത്തിന് പിന്നീട് വിളിച്ച പേര് അബ്രഹത്തുൽ അഹ്ശറൂൻ, വെട്ടുകൊണ്ടവൻ അല്ലെങ്കിൽ മുഖം കീറിയവൻ എന്ന പേരാണ് പിന്നീട് അബ്രഹത്തിന് ലഭിക്കുന്നത്. അങ്ങനെ അബ്രഹത്തിനെ വെട്ടി അബ്രഹത്ത് നിലത്ത് വീണ് കിടക്കുമ്പോ അബ്രഹത്തിന്റെ ഭൃത്യന് ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഭൃത്യന്മാരാരും ഇടവരരുത് എന്നുള്ളത് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടും ആ ഭൃത്യൻ എന്ത് ചെയ്തു? ചതിച്ച് അരിയാത്തിനെ വെട്ടി. അരിയാത്ത് മരണപ്പെട്ടു. അരിയാത്ത് മരണപ്പെട്ടപ്പോ പിന്നീട് അബ്രഹത്തിന്റെ അസുഖം മാറി, അബ്രഹത്തിന്റെ രോഗമൊക്കെ മാറി, മുറിവൊക്കെ ഉണങ്ങിയപ്പോ പിന്നീട് യമനിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? അബ്രഹത്തിന്റെ കയ്യിൽ. ഈ വിഷയം നജാഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നജാഷി രാജാവ് പറഞ്ഞയച്ചവരാണ് അരിയാത്തിനെയും അബ്രഹത്തിനെയും. അപ്പൊ എന്റെ സൈന്യത്തിന്റെ ചീഫ് കമാൻഡറിനെ, സേനാ നായകനെ അബ്രഹത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ നജാഷി രാജാവ് പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ യമനിന്റെ മണ്ണിൽ കാല് ചവിട്ടും, അബ്രഹത്തിന്റെ കുടുംബം ഞാൻ വെട്ടുന്നുള്ളത്. ഈ അബ്രഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആളാണ്. അബ്രഹത്ത് എന്ത് ചെയ്തു? യമനിലെ മണ്ണ് ഒരു പാത്രത്തിലാക്കി അദ്ദേഹത്തിന്റെ കുടുംബം മുറിച്ച്, മുടി മുറിച്ചിട്ട് ആ പാത്രത്തിലിട്ടിട്ട് രാജാവിന് കൊടുത്തയച്ചു. നജാഷി രാജാവിനോട് ചോദിച്ചു. നജാഷി രാജാവ് എന്താ പറഞ്ഞത്? യമനിന്റെ മണ്ണിൽ ഞാൻ കാല് ചവിട്ടും, ഇതാ യമനിന്റെ മണ്ണാണ്, അതിൽ ചവിട്ടിക്കോളി. എന്റെ കുടുംബം മുറിക്കുന്നു പറഞ്ഞില്ലേ, എന്റെ കുടുംബം മുറിച്ചിട്ട് ഞാൻ ആ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്, അത് വെട്ടിക്കോളി. അപ്പൊ ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? നജാഷി രാജാവ് ഒന്നും അടങ്ങി. അങ്ങനെ നജാഷി രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അബ്രഹത്ത് നിർമ്മിച്ചതാണ് ഒരു കുല്ലൈസ്, ഒരു വലിയൊരു കനീസ, ഒരു വലിയൊരു ചർച്ച് നജാഷി രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ചു. ആ ചർച്ച് നിർമ്മിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും വിലമതിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അബ്രഹത്ത് നിർമ്മിക്കുന്നത്. ഇന്നും അത് ആ ഭാഗത്തിന്റെ അവശിഷ്ടമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിരുന്നു അന്ന് ആ കാലഘട്ടത്തിലെ കനീസ ഉണ്ടായത് എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ ആളുകളെ ഈ കുല്ലൈസിലേക്ക്, ഈ ചർച്ചിലേക്ക് അബ്രഹത്ത് ക്ഷണിക്കാണ്. മക്കക്കാരായ ആളുകൾ കഅബാലയത്തിന് പവിത്രത കൽപ്പിക്കുന്നത് പോലെ തന്നെ പവിത്രത കൽപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി. ഇത് അറബികളായ ബനു കിനാന ഗോത്രത്തിന് ഇഷ്ടമായില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാന ഭാഗത്തേക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. ബനു കിനാന ഗോത്രത്തിലെ ആളുകൾക്ക് ഇത് ഇഷ്ടമായില്ല. അതിൽപ്പെട്ട ചില യുവാക്കളായ ആളുകൾ വന്ന് ഈ വിലമതിക്കുന്ന കുല്ലൈസിൽ വന്ന് മലമൂത്ര വിസർജനം നടത്തി. അവര് രാത്രി അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് തീ കത്തിച്ചു. തീ പടർന്ന് കുല്ലൈസ് കത്തി. രാവിലെ വന്നപ്പോ അബ്രഹത്ത് ഈ വിവരം അറിഞ്ഞു. അബ്രഹത്ത് അറിഞ്ഞവും അബ്രഹത്ത് ചോദിക്കേണ്ടത് ആരാണ് ചെയ്തത്? അത് മക്കക്കാരായ ഖുറൈശികളായ ആളുകളാണ്. അവർ വന്ന് മലമൂത്ര വിസർജനം നടത്തി അവിടെ വിലമതിക്കുന്ന വസ്തുക്കളൊക്കെ തച്ചുടച്ചു. അവിടെ ഈ കുല്ലൈസ് കത്തിക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ അരിശു പൂണ്ട അബ്രഹത്ത് രാജാവ് പ്രതിജ്ഞ ചെയ്തു, ഞാൻ കഅബാലയം പൊളിക്കും. അബ്രഹത്ത് പെട്ടെന്ന് വന്നതല്ല, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അബ്രഹത്ത് കഅബാലയം പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അബ്രഹത്തിന്റെ കൂടെ 60,000-ഓളം ആൾപ്പടയും അതേപോലെ തന്നെ 12 ആനകൾ ഉണ്ടായിരുന്നു. അതിലെ അബ്രഹത്ത് ഇരുന്ന ആനയുടെ പേര് മഹ്മൂദ് എന്നാണ് ആനന്റെ പേര്. ആ ആനയുടെ പാപ്പാൻ, ആനയെ നോക്കുന്നത് ഉനൈസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഇവര് മക്കയെ ലക്ഷ്യം വെച്ച് വരികയാണ്. മക്കയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തായിഫിലെത്തിയപ്പോ തായിഫിലെ ആളുകൾ സഖീഫ് ഗോത്രക്കാരാണ്. സഖീഫ് ഗോത്രക്കാര് ലാത്തനെ വിളിക്കുന്ന ആളുകളാണ്. ലാത്ത, ഉസ്സ, മനാത്തല്ലേ, അതിൽ ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ആര്? തായിഫിലെ ആളുകൾ. അപ്പൊ ഈ തായിഫിലെ ആളുകളുടെ ധാരണ എന്താണ്? ഞങ്ങളുടെ നാട് ഞങ്ങളുടെ വിഗ്രഹത്തെ പൊളിക്കാൻ വന്നതാണെന്ന് കരുതി അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളായിട്ട് യുദ്ധത്തിനില്ല. അബ്രഹത്ത് എന്താണോ പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. മക്കക്കാരാണ് ഇതൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വഴി തെറ്റാതിരിക്കാൻ ഒരു ഗൈഡിനെ ഞങ്ങൾ പറഞ്ഞയച്ചുതരാം. മക്കയിലേക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു ഗൈഡിനെയും അബൂ റിഗാൽ എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞയക്കാണ്. ഈ അബൂ റിഗാലിന്റെ ഖബറാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഭാഗത്തെത്തുന്ന സമയത്ത്
പിന്നെ മുസ്ലിങ്ങളായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ അറബികളായ ആളുകൾ ഈ അബൂ റിഹാലിന്റെ ഖബറിലേക്ക് മാലിന്യം വലിച്ചെറിയാറുണ്ട്, കല്ലെറിയാറുണ്ട്, കാർക്കിച്ച് തുപ്പാറുണ്ട്. കാരണം അറബികളെ ചതിച്ച ആളാണ് ആര്? അബൂ റിഹാൽ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ അബൂ റിഹാൽ എന്ന് പറയുന്ന പേരുള്ള ആള് ചരിത്രത്തിൽ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അഥവാ സമൂദ് ഗോത്രത്തിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ വധിക്കാൻ വരുന്ന ചില യുവാക്കളായ ആളുകളുണ്ട്. ആ യുവാക്കളുടെ നേതാവിന്റെ പേരായിരുന്നു അബൂ റിഹാൽ എന്നുള്ളതും കാണാൻ കഴിയും. എന്തായാലും ഈ വ്യക്തി ഒരു ഗൈഡായിട്ട് തായിഫിൽ നിന്ന് മക്കയിലേക്ക് അബ്രഹത്തിന്റെ കൂടെ പോവുകയാണ്. അബ്രഹത്തിന്റെ കൂടെ പോയി ആ പോകുന്ന സമയത്ത് അബ്രഹത്ത് അവിടെ വിലമതിക്കുന്ന എല്ലാ വസ്തുക്കളെയും മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വസ്തുക്കളെയും മോഷ്ടിച്ച സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ, റസൂലുള്ളാഹിന്റെ വെല്ലുപ്പായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഇയാൾ പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് ഇയാളുമായി കൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവര് തമ്പടിക്കുന്നത് മുഹമ്മസ് എന്ന് പറയുന്ന മക്കയുടെ അതിർത്തിയിലുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്താണ് അബ്രഹത്തും കൂട്ടരും ടെന്റ് കെട്ടുന്നത്. അങ്ങനെ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് പോയി. അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോ അബ്രഹത്ത് ഇരുന്ന ഇരിപ്പിടത്തിന് എണീറ്റു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം സുന്ദരനാണ്, ആളുകൾക്കിടയിൽ വഖാറുള്ള, ആളുകൾക്കിടയിൽ സ്ഥാനവും മാനവും ഉള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ ഇരുന്ന ഇരിപ്പിടത്തിന് എണീറ്റ് അബ്ദുൽ മുത്തലിബിന്റെ അരികെ പോയിരുന്നു. അബ്ദുൽ മുത്തലിബ് ചോദിക്കാണ്, എന്റെ 200 ഒട്ടകം അവിടെ, അതെനിക്ക് തിരിച്ചു തരുന്നതാണ്. എന്റെ 200 ഒട്ടകങ്ങൾ എടുത്തിട്ടില്ലേ, അതിനെനിക്ക് തിരിച്ചു തരും. അപ്പൊ അബ്രഹത്ത് രാജാവ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് വല്ലാത്ത മതിപ്പുണ്ടായിരുന്നു, അതൊക്കെ പോയി. നിങ്ങളെ കുറിച്ച് വല്ലാത്ത മതിപ്പുണ്ടായിരുന്നു. കാരണം നിങ്ങൾ വലിയ കാര്യമായി കാണുന്ന നിങ്ങളുടെ കാബ പൊളിക്കാൻ വന്ന ആളാണ് ഞാൻ. അത് പൊളിക്കണ്ടെന്നൊരു വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഈ 200 ഒട്ടകത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറയാണ്, അനറബ്ബുൽ ഇബിൽ, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാനാണ്. വഇന്നലിൽ ബൈത്തി റബ്ബൻ, കഅബാലയത്തിന് ഒരു റബ്ബുണ്ട്, സയംനഉഹു, ആ കഅബാലയത്തെ അവൻ സംരക്ഷിച്ചോളും. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് ചോദിക്കാനില്ല. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ്? എന്റെ 200 ഒട്ടകാണ്. അബ്രഹത്ത് ആ 200 ഒട്ടകത്തെ കൊടുക്കും. ആളുകളോട് അബ്ദുൽ മുത്തലിബ് മക്കയിൽ വന്നപ്പോൾ ആളുകളോട് പറയാണ്, നിങ്ങൾ പിന്നെ മലമുകളിലേക്ക് ഉൾവലിയാൻ വേണ്ടി പറഞ്ഞു. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കാൻ സമയമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കാൻ സമയമായി. ആളുകളോട് മലമുകളിലേക്ക് ഉൾവലിയാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബിൻത് വഹബ് ആ സമയത്ത് ഗർഭിണിയാണ്. അവർക്ക് ആ ഒരു സമയത്ത് മലന്റെ മുകളിലേക്ക് എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങനെ അവര് കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്ന് അബ്രഹത്തിന്റെ കൂട്ടത്തിൽ 12ഓളം ആനകളുണ്ട്. ഈ 12 ആനകളെ കഅബയിലേക്ക് തിരിക്കുകയാണ്. എങ്ങനെ നോക്കിയിട്ടും ആനകൾ കഅബയിലേക്ക് തിരിഞ്ഞു വരുന്നില്ല. എല്ലാ ബാക്കിയുള്ള ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ആനകൾ പോകുന്നുണ്ട്. കഅബന്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഈ ആനകളെ തൂട്ടിയിട്ട് കുത്തിയാലും വേദനിപ്പിച്ചാലും ശരീരത്തിൽ മുറിവുണ്ടാക്കിയാലും എന്തെന്നെ ചെയ്തിട്ടും ആനകൾ കഅബാലയത്തിന്റെ നേരേക്ക് വരുന്നില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിലേക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഒട്ടകാണ് കസ്വ. ആ ഒട്ടകം ഒരു ഭാഗത്ത് കണ്ടു നിന്നു. അപ്പൊ സ്വഹാബത്തൊക്കെ പറയാണ്, റസൂലെ കസ്വ ഒട്ടകം ചെയ്തിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞൊരു വാക്കാണ് ഹബസഹ ഹാബിസുൽ ഫീൽ, ആനപ്പടയെ നിർത്തിയ റബ്ബാണ് എന്റെ ഒട്ടകത്തെയും നിർത്തിയത്. അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞു വന്ന വിഷയം? ഈ ആനപ്പടയെ എങ്ങനെ നോക്കിയിട്ടും കഅബന്റെ നേരേക്ക് ആനകൾ തിരിയുന്നില്ല. ബാക്കി ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ആനകൾ തിരിയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അബാബീൽ പക്ഷികളായക്കാണ്. സൂറത്ത് ഫീലിൽ നമുക്ക് കാണാൻ കഴിയും, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം, അവരിലേക്ക് അല്ലാഹു അയക്കാണ് എന്ത്? അബാബീൽ പക്ഷികളെ. ഈ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം തുബരി റഹ്മത്തുള്ളാഹി പറയാണ്, ഓരോ അബാബീൽ പക്ഷിയുടെ കയ്യിലും 3 കല്ലുകൾ ഉണ്ടായിരുന്നു. 2 എണ്ണം അവരുടെ കാലിന്റെ ഭാഗത്തും 1 ചുണ്ടിന്റെ ഭാഗത്തും. അങ്ങനെ ചുട്ടുപഴുത്ത കളിമണ്ണുകൾ ഇവര് വന്നിട്ട് എന്ത് ചെയ്തു? താഴേക്ക് ഇട്ടു. താഴേക്ക് ഇടുന്ന സമയത്ത് ഈ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. വസൂരി പോലെയുള്ള രോഗമൊക്കെ ബാധിച്ച് അവര് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോയി. അബ്രഹത്തിനും വലിയ രൂപത്തിൽ മുറിവുണ്ടായി. അവർ അദ്ദേഹത്തെ യമനിലേക്ക് കൊണ്ടുപോകാനൊക്കെ നോക്കി. പക്ഷെ യാത്രാ മധ്യേ അബ്രഹത്തും മരണപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു സംഭവമാണ് ആനക്കലഹ സംഭവം. ഇതാണ് പിന്നീട് അറബികൾ അവരുടെ കലണ്ടറായിട്ട് ഉപയോഗിച്ചത്. അഥവാ എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ ആനക്കലഹ സംഭവത്തിന് ശേഷം 2 വർഷത്തിന് മുമ്പ്, അല്ലെങ്കിൽ ആനക്കലഹ സംഭവത്തിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം, ഇതേ വർഷം ആനക്കലഹ സംഭവത്തിന് ശേഷം
50 55 ദിവസത്തിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജനിക്കുകയാണ്. അപ്പൊ അതാണ് ആ ആനക്കല സംഭവമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അബ്ദുൽ മുത്തലിബിന്റെ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ്. ഒന്ന് സംസം കിണർ കണ്ടെത്തിയതും 2 ആനക്കല സംഭവം. ഈ 2 വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത വിഷയങ്ങൾ റസൂലുള്ളാഹിന്റെ ഉപ്പായ അബ്ദുള്ളയെ കുറിച്ചും അതേപോലെ ആമിനെ കുറിച്ചും തുടങ്ങിയ വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും പിന്നീട് റസൂലുള്ളാഹിക്ക് പാല് നൽകിയ സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾക്ക് മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.